2024 പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൽ അതിൻ്റെ ഒരു ആഘോഷ തിമിർപ്പിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ നിൽക്കുന്ന മാനവീയം വീതിയിൽ വലിയ ആഘോഷ പരിപാടികൾ പാട്ടും നൃത്തവുമാക്കിയ യുവാക്കളും ഇങ്ങനെ കൂടി വരുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിനിലൊക്കെ നമ്മൾ കണ്ടു ഇവിടെ ഡാൻസും പാട്ടുമൊക്കെയായ യുവാക്കളുണ്ടായിരുന്നു. അത് വീണ്ടും കുറച്ചുകൂടി സജീവമായി ഈ മാനവീയം കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നാടൻ പാട്ടുമൊക്കെയായി യുവാക്കൾ ഇങ്ങനെ അടിച്ചു പൊളിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും, അതായത് നഗരപ്രദേശങ്ങളിൽ പ്രധാനമായും രണ്ടിടങ്ങളിൽ, ഈ കനോക്കുന്നിലും അതോടൊപ്പം തന്നെ മാനവീയം വീതിയിലുമാണ് ഈ ആഘോഷങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. അവിടെയെല്ലാം വലിയ തോതിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വൈകുന്നേരം മുതൽ തന്നെ ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 12:30 വരെയാണ് ഇവർക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ തുടരാൻ പോലീസിൻ്റെ അനുമതി ഉള്ളത്. അതുവരെ തന്നെ ഇങ്ങനെ ആളുകൾ തിങ്ങിക്കൂടി കുടുംബത്തോട് ഒപ്പം അതോടൊപ്പം സുഹൃത്തുക്കളുമൊക്കെയായി ആളുകൾ ഇങ്ങനെ വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ സ്ഥലങ്ങളിലും വലിയ തിരക്ക് തന്നെയാണ്. ഏതാണ്ട് 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഈ നിരത്തുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച. പ്രത്യേകിച്ചും ഈ മാനവീയത്തിന് ഭാഗത്തുനിന്ന് തന്നെ പാർക്കിങ്ങിന് പോലും സ്ഥലമില്ലാത്തൊരവസ്ഥ. അത്രയധികം ആളുകൾ ഇങ്ങോട്ടേക്കൊക്കെ എത്തുന്നുണ്ട്. 2024 സ്വീകരിക്കാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പിലും എല്ലാ ആഘോഷത്തിലുമാണ് ഈ തലസ്ഥാന നഗരിയുള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോലീസിൻ്റെ ഒരു സുരക്ഷ ഈ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. പ്രത്യേകിച്ചും മാനവീയം വീതിയിലൊക്കെ മുൻപ് ഉണ്ടായിരുന്ന അനുഭവം എന്ന് പറയുന്നത് ഇങ്ങനെ പല കൂട്ടായ്മകൾ, പല ഒത്തുചേരലൊക്കെ നടക്കുമ്പോൾ പല സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഒരു സുരക്ഷാ സംവിധാനം മാനവീയം വീതിയിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ വലിയ പാട്ടുപെട്ടിയോ അല്ലെങ്കിൽ ഉച്ചഭാഷണിയോ ഒന്നും മുഴക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അനുവാദം ആർക്കും തന്നെ നൽകിയിട്ടില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു പാട്ടും നൃത്തവുമൊക്കെയായി ആളുകൾ ഇങ്ങനെ കൂടുന്ന കാഴ്ച, പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. പോലീസിൻ്റെ ഒരു വലിയ സുരക്ഷാ സംവിധാനം എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും. 1500 പോലീസുകാരെയാണ് തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ ഈ ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ, നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് അത്തരത്തിൽ ഒരുപാട് പോലീസുകാരെ കൃത്യമായി സുരക്ഷ നടപ്പാക്കുന്നതിന് വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ആളുകളെയൊക്കെ കൃത്യമായി പരിശോധിച്ച് അല്ലെങ്കിൽ മദ്യപിച്ചോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചോ ഒന്നും തന്നെ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല. അതൊക്കെ ഉറപ്പാക്കുന്നതിന് വേണ്ടി പോലീസിൻ്റെ സുരക്ഷാ സംവിധാനമുണ്ട്. ഏറ്റവും പ്രധാനമായും ഷാഡോ പോലീസിൻ്റെ അല്ലെങ്കിൽ മഫ്തിയിലുള്ള പോലീസുകാരുടെ ഒരു സാന്നിധ്യം ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെയുണ്ട്. മുൻകാലങ്ങളിലൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബീച്ച് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ശംഖുമുഖത്തോ കോവളത്തോ വർക്കലയിലോ ഒക്കെ ആയിരുന്നു ഇത്തരത്തിൽ വലിയ ആഘോഷ പരിപാടികളൊക്കെ നടക്കുന്നതെങ്കിൽ ഇപ്പോൾ നഗരത്തിലും മാനവീയ വീതിയിൽ ഏതാണ്ട് 5 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ വലിയൊരു ഒത്തുചേരൽ ഈ ന്യൂ ഇയറിൻ്റെ സമയത്ത് നടക്കുന്നത്. അത് ആഘോഷ തിമിർപ്പിൽ തന്നെയാണ് ആളുകൾ അതിനെ വരവേൽക്കുന്നത്. സേതുലക്ഷ്മി. ശരി സ്റ്റെഫനിലേക്ക് മടങ്ങിയെത്താം. കാരണം അത്രത്തോളം ആവേശമാണ് മാനവീയം വീഥിയിൽ, അത്രത്തോളം ആവേശ കാഴ്ചകളാണ് അവിടെ നിന്നും പങ്കുവയ്ക്കാനും കാണാനും ഒക്കെയുള്ളത്. കാരണം നാടൻ പാട്ടുകളുടെ ആവേശം, അതിൻ്റെ വായ്ത്താരിക്കൊപ്പമുള്ള ചുവടുവയ്പ്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് തിരുവനന്തപുരം നഗരത്തിലെ 2 സ്ഥലത്തെ ആവേശ കാഴ്ചകൾ, പുതുവർഷത്തെ വരവേൽക്കുന്ന കാഴ്ചകളാണ്. കോവളത്തേതും ഒപ്പം തന്നെ മാനവീയം വീഥിയിലെയും. കോവളത്ത് സഞ്ചാരികളുടെ കുത്തൊഴുക്ക്, അവിടെ വലിയ രീതിയിൽ DJ പാർട്ടികൾ അടക്കം നടക്കുന്നു കോവളത്ത്. അവിടെ നിന്ന് ഗോകുലുണ്ട്, ഗോകുലിലേക്ക് നമുക്ക് പോകാം കുറച്ച് കഴിഞ്ഞതിന് ശേഷം. തിരുവനന്തപുരത്ത് മാനവീയം വീഥിയിലെ കാഴ്ചകളാണ് ഒരു വശത്ത്, വിൻഡോയുടെ ഒരു വശത്തായി പ്രേക്ഷകർ കാണുന്നത്. അവിടെ നാടൻ പാട്ടിൻ്റെ ആവേശത്തിൽ അങ്ങ് പുതുവർഷത്തെ വരവേൽക്കാൻ എല്ലാവരും ഒരുമിച്ച് താളം പിടിച്ച്, കുഞ്ഞു കുട്ടി മുതൽ വലിയ ആളുകൾ വരെ ഒരുമിച്ച് ഒരുമയോടെ നിന്ന് 2024 വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് തിരുവനന്തപുരത്തെ ആഘോഷ കാഴ്ചകൾ.